നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗൗതം ഓഫീസിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു മകനോടുള്ള വാത്സല്യം ഒരു നടപടി എടുക്കുന്നതിൽ നിന്നെ തടയുന്നു. ഈ ബിസിനസ്സിൽ വാത്സല്യത്തിന് സ്ഥാനമുണ്ടോ അച്ഛാ? ഇപ്പൊ ഞാൻ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അച്ഛന് പകരമാണ്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ അർത്ഥമുണ്ടോ? അച്ഛാ, നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് ബിസിനസ്? നീ പറഞ്ഞത് ശരിയാ. പക്ഷേ കുറെ നാൾ കഴിഞ്ഞ് ഒരു മകനോ മകളോ ജനിച്ചു കഴിയുമ്പോൾ അച്ഛൻ ഈ പറയുന്ന വാത്സല്യത്തിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. അച്ഛനമ്മമാര് തോറ്റുകൊടുക്കുന്നതും കണ്ണടയ്ക്കുന്നതും മക്കളുടെ കാര്യത്തിൽ മാത്രമാണ്. അതൊരു തോൽവിയായിട്ട് ആരും മനസ്സിൽ വെക്കാറുമില്ല. അത് അടുത്ത തലമുറയ്ക്കുള്ള സന്ദേശമോ സമ്മാനമോ അങ്ങനെയൊക്കെ പറയാം. സോ തൽക്കാലം എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ച് അത് വളരുന്നത് വരെ അല്പം സ്ട്രിക്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? അച്ഛൻ നടത്തിയ ബിസിനസ്സുകളെല്ലാം അതേപോലെ തന്നെ നടത്തുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. അതിനേക്കാളും ഒരു പടി മുകളിൽ, അതിനേക്കാളും നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, വെരി ഗുഡ്. എന്താണ് നാളത്തെ മീറ്റിംഗിന്റെ പ്ലാൻ? ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. നീ കമ്പനിയുടെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അവിടെ നീ അവർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ്, അതാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് ഉപകാരപ്പെടുക, കമ്പനിക്ക്. കണിമംഗലം അസോസിയേറ്റ്സിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതുപോലെ ആയിരിക്കണം നീ പ്രസന്റ് ചെയ്യുന്ന പുതിയ പ്രോജക്റ്റും. അത് വർക്കൗട്ടായാൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം നമ്മുടെ കമ്പനിക്കുണ്ടാവും. ബിസിനസ് വൃത്തങ്ങൾ നിന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കതാണ് കേൾക്കേണ്ടത്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ വേണ്ട പോലെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാം. എന്നിട്ട് ഞാനത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നാൽ ഞാൻ നിന്റെ സമയം കളയുന്നില്ല. ഡു ദ പ്രിപ്പറേഷൻസ്. ഓക്കെ അച്ഛാ. മോനെ, ചിലപ്പോഴൊക്കെ നിന്നെ ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെ വേദനിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതൊക്കെ അച്ഛാ, അച്ഛൻ്റെ സ്നേഹമാണത്. അതെനിക്കറിയാം. ഈ മക്കളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ളതുപോലെ അച്ഛൻ്റെ മുമ്പിൽ തോക്കാൻ എനിക്കിഷ്ടമാണ്. അതിനെ തോൽവി എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്നേഹമെന്നല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, ശരി അച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.